ഒരു തീപ്പൊരിയാണ് മനുഷ്യചരിത്രത്തെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പലായനം ചെയ്തുകൊണ്ടിരുന്ന ആദിമ മനുഷ്യനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ആ കാലത്ത് അവന് തീയെ വല്ലാത്ത ഭയമായിരുന്നു. കാരണം ഇടിമിന്നലുകൾ പലപ്പോഴും അവരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. കാട്ടുതീയിൽ അവരുടെ ആവാസ വ്യവസ്ഥ മുച്ചൂട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ യാദൃശ്യമായി എപ്പോഴോ കാട്ടുതീയിൽ വെന്ത ഇറച്ചിക്ക് നല്ല രുചിയുണ്ടെന്നും അത് കഴിക്കാനും ദഹിക്കാനും ഒക്കെ എളുപ്പമുള്ളതാണെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അവൻ തീയെ തന്റെ വരുതിയിലാക്കും. ഘർഷണത്തിലൂടെ തീ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നു. അതോടുകൂടി ഇറച്ചികൾ വേവിച്ച് കഴിക്കാൻ അവൻ പഠിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ വല്ലാത്തൊരു മാറ്റമായിരുന്നു അത്. കാരണം വേവിച്ച് ഇറച്ചി കഴിക്കാൻ തുടങ്ങിയതോടുകൂടി തനി ആദിമവാസികളായിരുന്ന മനുഷ്യൻ ആധുനികമായ പാതയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കാരണം വേവിച്ച ഇറച്ചികൾ അവന് കൂടുതൽ ഊർജം നൽകി. അത് തലച്ചോറിന്റെ വികാസത്തെ വളരെയധികം സഹായിച്ചു. അതോടുകൂടി അവൻ വളരെ നന്നായിട്ട് വേട്ടയാടാൻ പഠിച്ചു, സാമൂഹ്യ വ്യവസ്ഥ പഠിച്ചു, ഭാഷ പഠിച്ചു. അതോടുകൂടി മനുഷ്യ ചരിത്രത്തിലെ വല്ലാത്തൊരു മാറ്റമാണ് പിന്നീട് നാം കാണുന്നത്. അന്നത്തെ പാചകം എന്ന് പറയുന്നത് തീയിൽ ചുട്ടെടുക്കുക, അതല്ലെങ്കിൽ കമ്പുകളിലൊക്കെ ഇറച്ചികൾ കോർത്തിട്ട് വേവിച്ച് തിന്നുക. ഇങ്ങനെ പല രീതികളിലാണ് മനുഷ്യൻ അന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ചിത്രം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഒരു രാത്രി ഒരു വലിയ തീക്കുണ്ടാരത്തിനും ചുറ്റും ആദിമ മനുഷ്യന്മാരെല്ലാവരും ഇരിക്കുന്നു. അവര് വേവിച്ചിട്ടാണ് ഇറച്ചി കഴിക്കുന്നത്. അവര് തണുപ്പിനെ അകറ്റി നിർത്തുന്നു. അവർക്ക് കാടിനെ പേടിയില്ല, വന്യമൃഗങ്ങളെ പേടിയില്ല, ഇരുട്ടിനെ പേടിയില്ല. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക്, ഒരു സ്ഥലത്ത് തന്നെ കാലങ്ങളോളം ജീവിക്കാമെന്ന അവസ്ഥയിലേക്ക് അവർ മാറി വരികയാണ്. ആ മാറ്റത്തിനിടയിൽ ഒരു സ്ഥലത്തുള്ള സുസ്ഥിരവാസത്തിനിടയിലാണ് അവർ കൃഷിയെക്കുറിച്ച് പഠിക്കുന്നത്. ആ കഥ ഇനി പറയാം.